രണ്ട് രാജാക്കന്മാർ 22-ാം അധ്യായം. ജോസിയ രാജാവ്. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. ജെറുസലേമിൽ ബോസ്കായിലെ ആദായുടെ മകൻ യാദീയായിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം പ്രവർത്തിച്ചു. പിതാവായ ദാവീദിൻ്റെ മാർഗ്ഗങ്ങളിൽ നിന്ന് ഇടംവലം തിരിഞ്ഞില്ല. തൻ്റെ 18-ാം ഭരണവർഷം മെഫുല്ലാമിൻ്റെ പുത്രനും ആസാമിൻ്റെ പുത്രനും തൻ്റെ കാര്യസ്ഥനുമായ ജാഫിനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു, കവാടം സൂക്ഷിപ്പുകാരൻ ദേവാലയത്തിനു വേണ്ടി ജനങ്ങളിൽ നിന്ന് സംഭരിച്ച പണത്തിൻ്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹില്ക്കീയായോട് ആവശ്യപ്പെടുക. അവനത് കർത്താവിൻ്റെ ഭവനത്തിലെ മേൽനോട്ടം വഹിക്കുന്നയാളെ ഏൽപ്പിക്കണം. അവൻ അത് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനും തച്ചന്മാർ, ശില്പികൾ, പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും കുത്തുമെടികളുമെല്ലാം വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ. അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്ക് ആവശ്യപ്പെടേണ്ടതില്ല. നിയമഗ്രന്ഥം കണ്ടെത്തുന്നു. കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹില്ക്കീയ കാര്യസ്ഥൻ ഹഷായോട് പറഞ്ഞു. അവനത് വാങ്ങി വായിച്ചു. കാര്യസ്ഥൻ ഹാഷാൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതർ ഹില്ക്കീയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഹാഷാൻ രാജാവ് അത് തൻ്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹില്ക്കീയ, ഷാഫാൻ്റെ പുത്രൻ അഹീയ, മിക്കായുടെ പുത്രൻ ആക്കാബ്, കാര്യസ്ഥൻ ഷാഫാൻ, രാജസേവകർ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, എനിക്കും ജനത്തിനും യൂദായ്ക്കും വേണ്ടി ഞാൻ പോയി കണ്ടുകിട്ടിയ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. അതിനാൽ പുരോഹിതൻ ഹില്ക്കീയ, അഖീയാം, അക്ബോർ, ഷാഫൂൻ എന്നിവർ ഷാൽഹാൻ്റെ പുത്രനും തിക്തായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷെല്ലൂവിൻ്റെ ഭാര്യ ലുക്കിയ പ്രവാചിയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു. അവൾ ജെറുസലേമിൻ്റെ പുതിയ ഭാഗത്ത് താമസിച്ചാണ് ഇരുന്നത്. അവൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ ഗ്രന്ഥത്തിലെയും അവരുടെ നിവാസികളിലെയും വരുത്തുമെന്നാണ് ഇസ്രായേലിൻ്റെ കർത്താവ് അരുളി ചെയ്യുന്നത്. നിങ്ങളെ എൻ്റെ അടുക്ക അയച്ചവരോട് പറയുക, അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർപ്പണം നടത്തി. തങ്ങളുടെ കരവേലകളിൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എൻ്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ ഹിതമാരായുവാൻ നിങ്ങളെ അയച്ച രാജാവിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വചനം കേൾക്കുകയും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ സ്വയം വിനീതനാകുകയും ചെയ്തു. ഈ ദേശത്തിനും ഇത് നിവാസികൾക്കെതിരെ അവൻ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും, നീതിപൂർവം കല്ലറ പോവും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ സ്തുതിയായിരിക്കട്ടെ.